ആൻഡ്രോയിഡിൽ നിന്ന് ആദ്യമായിട്ട് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമുക്ക് വാട്സാപ്പ്. നമ്മൾ അത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ ഡേറ്റാസ്, പലയധികം ഡോക്യുമെൻറ്റ്സും അടങ്ങിയിട്ടുള്ള നമ്മുടെ വാട്സാപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിലെ വാട്സാപ്പിൻ്റെ സകല ബാക്കപ്പ് അല്ലെങ്കിൽ ഡേറ്റ മുഴുവനും ബാക്കപ്പ് ആകുന്നത് ഇതിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചാറ്റ് ഓപ്ഷനിൽ പോയി ഇവിടെ താഴെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നടക്കുന്ന സകല വാട്സാപ്പ് ഡേറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ്. സോ ഗൂഗിൾ ഡ്രൈവും ഗൂഗിളിൻ്റെതും iOSൻ്റെ iCloudമാണ്. സോ ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആൻഡ്രോയിഡിൽ നിന്നുള്ള യാതൊരു വാട്സാപ്പ് ഡേറ്റ ബാക്കപ്പും നിങ്ങൾക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഇതിനേക്കാൾ ഏറെ വെല്ലുവിളി നിറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഡേറ്റ, അതിപ്പം വാട്സാപ്പ് ബിസിനസ് ആയിക്കോട്ടെ നോർമൽ വാട്സാപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നമുക്ക് മൂവ് ടു iOS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രായോഗികമല്ല. സോ അവിടെയാണ് നമുക്ക് iTool Labsൻ്റെ വാട്സ്കോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വാട്സ്കോയുടെ വെബ്സൈറ്റ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇതിൽ അതിൻ്റെ കോമ്പാക്റ്റബിലിറ്റി iOS 17, 16 ഡിവൈസുകളൊക്കെ ആയിട്ട് തന്നെ ഇത് നമുക്ക് കോമ്പാക്റ്റബിൾ ആണ്. വാട്സാപ്പ് ഡേറ്റ നമുക്ക് ബിറ്റ്വീൻ ഐഫോൺ ടു ആൻഡ്രോയിഡ്, ഐഫോൺ ടു ഐഫോൺ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോർമൽ വാട്സാപ്പ് മാത്രമല്ല വാട്സാപ്പ് ബിസിനസ്സും നമുക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് നിലവിൽ യാതൊരു ഓപ്ഷനും ഇല്ല. ഇപ്പം വാട്സാപ്പിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ നമുക്ക് കാണാം വാട്സാപ്പ് മെസ്സേജ്, ഇമേജ്, വീഡിയോ, കോൺടാക്ട്സ് ഇതെല്ലാം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ വാട്സാപ്പിൻ്റെ ബാക്കപ്പ്, അതായത് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കപ്പ് പോലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡിവൈസിൽ, മാക്കിലോ പിസിയിലോ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ചെയ്ത് വെച്ചേക്കുന്ന ആ വാട്സാപ്പിൻ്റെ ബാക്കപ്പ് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്ത് നമുക്ക് ഐഫോണിലേക്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം നിലവിൽ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ബോത്ത് വിൻഡോസ് ആൻഡ് മാക്കിൽ നമുക്ക് ഈ ഒരു വാട്സ്കോ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ അതിൻ്റെ കുറേ അധികം അഡ്വാൻറ്റേജസിനെ പറ്റിയും അതിൻ്റെ ബാക്കിയുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ള സകല ഡീറ്റെയിൽസും ഇതിൽ വിത്ത് പിക്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെയാണ് അതിലുള്ളത്. നിങ്ങൾക്കത് മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് വാട്സ്കോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. സോ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇതിന് ഫാർ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാട്സാപ്പ് ബിസിനസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മെയിൻ സ്ക്രീനിൽ നമുക്ക് വാട്സാപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ, ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതോടൊപ്പം തന്നെ ഗൂഗിൾ ഡ്രൈവിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഗൂഗിൾ ഡ്രൈവിൽ നിന്നുള്ള ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഐഫോൺ ടു ആൻഡ്രോയിഡ് ആണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു ഐഫോൺ ആണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ്, വാട്സാപ്പ് ബിസിനസ് ആണോ വാട്സാപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിവൈസുകൾ, സോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ 2 ഡിവൈസുകളും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാക്കുമായിട്ട്. അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് വരണം. സോ നമ്മളിവിടെ ആൻഡ്രോയിഡിലുള്ള വാട്സാപ്പ് നമ്മളുടെ ഐഫോണിലുള്ള പുതിയ വാട്സാപ്പിലേക്ക് സെറ്റപ്പ് ചെയ്യുവാണ്. സോ ഇവിടെ ആൻഡ്രോയിഡിൽ വാട്സാപ്പ് ഉണ്ട്. സോ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തുള്ള സകല ഡേറ്റാസ് ഇൻക്ലൂഡിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾ സോഫ്റ്റ്വെയറിൽ പോയിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ടിൽ സോഴ്സ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസാണ് സോഴ്സ്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഐഫോണാണ്. സോ ഇതിൽ എന്തൊക്കെ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിങ്ങളുടെ USB ഡീബഗിങ് മോഡ് എനേബിൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ദെൻ ഈ ഒരു USB ഡീബഗിങ് എനേബിൾ ചെയ്യുക ആൻഡ്രോയിഡ് ഡിവൈസിൽ. സോ അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഐഫോണിൽ വാട്സാപ്പിൽ എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യും എന്ന് കാണിച്ചൊരു വാർണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഡിഫോൾട്ടായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് സെലക്റ്റഡ് ആണ്. ഇമേജസ്, വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഡീസെലക്ട് ചെയ്യാം. അങ്ങനെയും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്കൊരു പോപ്പപ്പ് വരും. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കപ്പ് ഓൺ ആക്കിയിടണം. അതായത് നമ്മുടെ വാട്സാപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പ് ഓൺ ആക്കി ഇടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കിവിടെ ടേൺ ഓൺ കൊടുക്കാം. ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. യൂസ് 64 ഡിജിറ്റ് എൻക്രിപ്റ്റ് കീ ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ സെലക്ട് ചെയ്യുക. സോ നമ്മൾ വാട്സാപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യൽ. നമ്മുടെ വാട്സാപ്പ് ഡേറ്റ, അതായത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. സോ വാട്സാപ്പ് ബാക്കപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം ഈ ഒരു പ്രോസസ്സ് ഫർദർ സ്റ്റെപ്പ് ഇനിയുള്ള ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക.
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും കിട്ടത്തില്ല. ഈ സ്റ്റെപ്പിൽ നമ്മളുടെ ഐഫോൺ എടുക്കുക, അതിലേക്ക് നമ്മളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ലോഗിൻ ചെയ്യുക, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. സോ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തു, ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്തു. അപ്പം നമ്മുടെ ടാർഗറ്റ് ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രോഗ്രസ്. സോ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളായി. കുറച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ സകല ചാറ്റും, നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ കണ്ട സകല ചാറ്റും ഇതിലേക്ക് റീസ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വാട്സ്കോ എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ സകലതും, വാട്സാപ്പ് ഡാറ്റ സകലതും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിപ്പോൾ വാട്സാപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഡാറ്റ ഗൂഗിൾ ഡ്രൈവിലുള്ളത് ബാക്കപ്പ് ചെയ്യാം. അത് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റൊരു ഡിവൈസിലേക്ക് റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. എസ്പെഷ്യലി വാട്സാപ്പ് ബിസിനസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചോളം നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് എം ഔട്ട്. ആൻഡ് ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ തന്നെയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് യുവേഴ്സ്. വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.